വികസിത രാജ്യങ്ങൾ കൗമാരപ്രായത്തിലുള്ള ഗർഭധാരണങ്ങളുടെ വലിയൊരു പ്രവാഹം തന്നെ അനുഭവിച്ചിരുന്നു. അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ അവർക്കത് എങ്ങനെയൊക്കെയോ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. ഇതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് പെൺകുട്ടികൾക്ക് വലിയ നാണക്കേട് തോന്നിയിരുന്നു എന്നതാണ്. എൻ്റെ ദൈവമേ, എനിക്കിപ്പോൾ 17 വയസ്സായി. ഇപ്പോഴും ഞാനൊരു കന്യകയാണ്. എൻ്റെ അനിയത്തിക്ക് വെറും 15 വയസ്സേ ഉള്ളൂ. അവൾക്കത് ലഭിച്ചു. എനിക്കാണെങ്കിൽ 17 വയസ്സായി. ഞാൻ ഈ മത്സരത്തിൽ പിന്നിലായി പോകുകയാണ്. ജീവിതം ഒരു മത്സരമാണ്. നിങ്ങൾ മത്സരിക്കണം. മത്സരിക്കുമ്പോൾ മനുഷ്യൻ തികച്ചും വിഡ്ഢിയായി മാറും. ഇത് കൗമാരക്കാരെ കുറിച്ചോ 25 വയസ്സുള്ളവരെ കുറിച്ചോ മാത്രമല്ല. 45, 55, 85 വയസ്സുള്ളവരെ നോക്കൂ. അവർ ജീവിക്കുന്ന രീതി നോക്കൂ. എൻ്റെ വീട് നിന്റെ വീടിനേക്കാൾ വലുതായിരിക്കണം, പക്ഷേ നീ സ്ത്രീധനമായി 1 കോടി രൂപ മാത്രമേ നൽകിയുള്ളൂ. വെറും അത്രയേ ഉള്ളൂ. ഭിക്ഷക്കാരൻ, ഞാൻ 1.5 കോടി നൽകും. മൂന്നാമതൊരാൾ 2 കോടി നൽകുമ്പോൾ ആ സന്തോഷമെല്ലാം ഇല്ലാതാകുന്നു. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണയുമില്ല. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ നോക്കുന്നത്? എന്തിനാണ് എല്ലാവരും ഓടുന്ന അതേ വഴിയിലൂടെ തന്നെ നിങ്ങളും ഓടുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായ എന്തെങ്കിലും ഉണ്ടായിക്കൂടാ? ആരാണോ ഒരു വ്യക്തിത്വമുള്ളയാൾ, അയാൾ സ്വന്തം വഴിയിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു മത്സരവുമില്ല. ആ വഴിയിലൂടെ നടക്കുന്നത് നിങ്ങൾ മാത്രമാണ്. അത് എത്ര മനോഹരമാണ്!